ഹലോ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ 3rd ലെസണാണിത്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. വേറെയും ക്ലാസ്സുകൾ 9th സ്റ്റാൻഡേർഡിൽ ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ്സുകൾ കാണുക. മുമ്പ് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ ക്ലാസ് കണ്ടു നോക്കൂ. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റം എന്നുള്ള വേർഡ് അത് നമുക്ക് ഫെമിലിയർ തന്നെയാണ് അല്ലേ. മോളിക്യൂൾ, ആറ്റം. നമ്മളിതിന് മുമ്പുള്ള ചാപ്റ്ററിൽ മോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ എലമെൻസിൻ്റെ മോളിക്യൂൾസിനെയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ ആറ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിസിബിളായ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ ആണ് അല്ലേ. ആറ്റം മീൻസ് ഇറ്റ് ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ ആൻഡ് ഇറ്റ് കനോട്ട് ബി ഫർദർ ഡിവൈഡഡ്. അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ്, ഡിഫറെൻ്റ് ആറ്റം മോഡൽസ്, പോസ്റ്റുലേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനായി കണാദ മഹർഷിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കണാദ മഹർഷി അല്ലേ, കണാദ മഹർഷി മുൻപ് തന്നെ, ഇന്ത്യക്കാരനായ അദ്ദേഹം മുൻപ് തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സിസ്റ്റൻസ് ഓഫ് ആറ്റത്തിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് അദ്ദേഹം മാറ്ററിനെ പദാർത്ഥ് എന്നാണ് വിളിച്ചത് കേട്ടോ. മാറ്ററിനെ പദാർത്ഥ് എന്നാണ് വിളിച്ചത്. നമ്മൾ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്, മാറ്റർ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പദാർത്ഥ് എന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് ആറ്റംസ് അല്ലേ. മാറ്റർ എല്ലാതരം മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസിനെ കൊണ്ടാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സമയത്ത് മാറ്ററിന് പകരം ഉപയോഗിച്ച വേർഡാണെന്ത്? പദാർത്ഥ്. അതുപോലെ മാറ്റർ ഈസ് മെയ്ഡപ്പ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്നതിന് പകരം എന്താ പറഞ്ഞത്? ആ ആറ്റംസ് എന്നുള്ള പാർട്ടിക്കിളിന് പകരം പരമാണു എന്ന് പറഞ്ഞു. പക്ഷേ ക്രെഡിറ്റൊന്നും കണാദന് കിട്ടിയില്ല, വേറെ സയൻറ്റിസ്റ്റ് കൊണ്ടുപോയി കേട്ടോ. പക്ഷേ അതായത് ആറ്റത്തിനെ കുറിച്ച് പഠിക്കുകയും തിയറീസ് പ്രപ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിലും ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, then around the same era, ancient Greek philosophers Democritus and Leucippus suggested that if we go on dividing matter, a stage will come when particles obtained cannot be divided further അല്ലേ. വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. മാറ്ററിനെ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ചെറുതാക്കി നമുക്ക് ഫർദർ ഇനി ചെറുതാക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിലുള്ള പാർട്ടിക്കിൾസിനെ ആറ്റം എന്ന് പേര് കൊടുത്തു. ഓക്കെ, മീനിങ് എന്താണ്? ഇൻഡിവിസിബിൾ. ഓക്കെ, ഇൻഡിവിസിബിൾ എന്നാണ് മീനിങ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 2nd ചാപ്റ്ററിൽ പഠിച്ചതാണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചില എലമെൻറ്റ്സിന് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, ഒരു സെർട്ടൈൻ കോമ്പിനേഷനിലാണ് മോളിക്യൂൾസ് ഇരിക്കുന്നത്. ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ 2 ആറ്റമുള്ള മോളിക്യൂളാണ് ഓക്സിജൻ്റെത്. അതേസമയം സൾഫറിൻ്റെ ഒക്കെ ആണെങ്കിൽ S8 ആണ് വരിക. അത്രയും നമ്പർ ഓഫ് ആറ്റംസ് അതിലുണ്ട്. ചിലതാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആണെങ്കിൽ 2 ടൈപ്പ് ഓഫ് ആറ്റം, കാർബൺ 1 ഓക്സിജൻ 2 അങ്ങനെയൊക്കെ എങ്ങനെയാണ് കോമ്പിനേഷൻസും കാര്യങ്ങളും വരുന്നത്, എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഇവിടെ നമുക്ക് തിയറി പാർട്ടിൽ ആദ്യമായി പഠിക്കാനുള്ളത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ്. കെമിക്കലി എങ്ങനെയാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ലോസ്. ഓക്കെ, 2 സബ് ഡിവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 മെയിൻ ലോയുടെ അകത്ത് തന്നെ 2 സബ് ആയിട്ടുള്ള ലോസ് ഉണ്ട്. ഫസ്റ്റ് വൺ
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, സെക്കൻഡ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, മാസ് ഈസ് കൺസേർവ്ഡ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ്സ് ദാറ്റ് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് എന്തുണ്ടാവില്ല, മാസ് പുതിയതായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല, ഉള്ള മാസ് നഷ്ടപ്പെട്ടു പോകാനും സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പം നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുന്നു, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ, we will get water. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആക്ച്വലി 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജനും ചേർന്ന് 2 വാട്ടർ മോളിക്യൂളും ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ. ഇത് നമ്മൾ 10th ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ള സെക്ഷനിൽ എങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ 2 ഹൈഡ്രജൻ മോളിക്യൂൾ ഇവിടെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ മാസ് പ്ലസ് ഒരു ഓക്സിജൻ മോളിക്യൂളേ ഇവിടെ വരുന്നുള്ളൂ, അതിൻ്റെയും മാസ്, അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വാട്ടർ മോളിക്യൂളിനൊരു മാസ് ഉണ്ടാവുമല്ലോ, ആ മാസും ഈക്വൽ ആയിരിക്കണം. അതായത് ഇവിടെ ഇപ്പം മാസ് 2ഉം ഇവിടെ മാസ് 1ഉം ആണെങ്കിൽ ഇവിടെ മാസ് 2 + 1 3 ആയിട്ട് കിട്ടണം. അതായത് ഇവിടെ നഷ്ടങ്ങളൊന്നും വന്നില്ലല്ലോ. LHSൽ ടോട്ടൽ മാസ് 3 ആണ്, RHSലും ടോട്ടൽ മാസ് 3 ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് നമ്പേഴ്സ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കറക്റ്റ് മാസ് അല്ല കേട്ടോ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം കറക്റ്റ് മാസ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഇത് നമ്പർ ഓഫ് മോളിക്യൂൾസ് മാത്രമാണ്. ഇതും ഞാൻ ഈ മേലെ എഴുതിയ നമ്പറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കൺഫ്യൂഷൻ വരരുത്. LHSലുള്ള ടോട്ടൽ മാസും RHSലുള്ള ടോട്ടൽ മാസും ഈക്വൽ ആയിരിക്കണം. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ. In a chemical substance, the elements are always present in definite proportions by mass. അതായത് നമ്മളിപ്പോൾ വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഹൈഡ്രജൻ്റെ മാസും ഓക്സിജൻ്റെ മാസും തമ്മിലൊരു റേഷ്യോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1:8 ആണ് ഇവിടെ റേഷ്യോ വരുന്നത്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മാസുകൾ അറിയാം, അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ആ ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നത്ര. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ലോസ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ 2 എലമെൻറ്റ്സ് ഉണ്ടല്ലോ, 2 എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാസിൻ്റെ റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് 1:8 തന്നെ ആയിരിക്കും ഏതൊരു വാട്ടർ മോളിക്യൂളും എടുത്തു കഴിഞ്ഞാലും. ഈ റേഷ്യോയിൽ ചേഞ്ച് വരില്ല. ഇതെന്ത് നമ്പറിൻ്റെ റേഷ്യോ അല്ല, മാസിൻ്റെ റേഷ്യോ ആണ് കേട്ടോ. 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ഈസ് ടു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ്, അങ്ങനെയാണ്. Then Dalton's atomic theory provided an explanation for the law of conservation of mass and law of definite proportion. നമുക്കിവിടെ അറ്റോമിക് തിയറീസ് പഠിക്കാനുണ്ട്, ഡിഫറൻറ്റ് അറ്റോമിക് തിയറീസ്. അതായത് ആറ്റം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആറ്റത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യം നമ്മൾ ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയാണ് ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനെയും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിച്ചത്. ഓക്കെ, ഇത് നമ്മൾ ബ്ലൈൻഡായിട്ട് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരു തിയറിയായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്തത് ഡാൽട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ് വാട്ട് ആർ ആറ്റംസ്, ഇനി എങ്ങനെ ഹൗ ദീസ് ആറ്റംസ് കെമിക്കലി കമ്പൈൻ, വാട്ട് ആർ ദ ലോസ് ബിഹൈൻഡ് ഇറ്റ്, ഏതൊക്കെ ലോ പ്രകാരമാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. പോസ്റ്റുലേറ്റ്സ് ഓഫ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. പോസ്റ്റുലേറ്റ്സ് അതായത് എന്തൊക്കെയാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വളരെ സിമ്പിളാണ്. ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എല്ലാ സബ്സ്റ്റൻസും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ പാർട്ടിക്കിൾസ്
കൊണ്ടാണ് ആ പാർട്ടിക്കിളിൻ്റെ പേര് ആറ്റം എന്നാണ്. ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് വിച്ച് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. കണ്ടോ, ഇത് തന്നെയല്ലേ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ? ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, മാത്രമല്ല വിച്ച് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. അതായത് നമ്മളിപ്പോൾ അയണോ ഗോൾഡോ ഏതെങ്കിലും എടുക്കുന്നത് വിചാരിക്കുക. അയൺ ആണെങ്കിൽ അയണിൻ്റെ സിമ്പൽ Fe എന്നാണ്. സിമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിക്കും കുറച്ച് കഴിഞ്ഞ്. Fe ആണ് അയണിൻ്റെ സിമ്പൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു അയൺ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എന്തുണ്ടാവും? അയൺ ആറ്റംസ് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാ അയൺ ആറ്റത്തിനും എന്തായിരിക്കും? അതിൻ്റെ മാസും കെമിക്കൽ പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. അല്ലാതെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു അയൺ പീസ് എടുത്ത് അതിലെ ആറ്റംസ് ചെക്ക് ചെയ്താലും സ്കൂളിലുള്ളത് ചെക്ക് ചെയ്താലും ഒന്നും എന്ത് വരില്ല? ഡിഫറൻസ് വരില്ല, എല്ലാം സെയിം ആയിരിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ദെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് മാസസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ഈ പറഞ്ഞത് നേരെ ഒന്ന് മാറ്റി പറഞ്ഞതല്ലേ ഇത്? വേറെ വേറെ എലമെൻറ്റ്സിന് വേറെ വേറെ മാസും അതിൻ്റെതായ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. വേറെ ആറ്റംസിന്, അതായത് അയണും സിൽവറും എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും വേറെ മാസമായിരിക്കും, രണ്ടിനും വേറെ കെമിക്കൽ പ്രോപ്പർട്ടിയും ആയിരിക്കും. ആറ്റംസ് കമ്പൈൻഡ് ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ ഹോൾ നമ്പേഴ്സ് ടു ഫോം കോമ്പൗണ്ട്സ്. അതായത് ഇപ്പം ഹൈഡ്രജൻ ഓക്സിജൻ റേഷ്യോ പറഞ്ഞല്ലോ, അത് ഞാൻ മാസിൻ്റെ റേഷ്യോ ആയിരുന്നു പറഞ്ഞത്. ഇപ്പം നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, H2O എന്ന് എഴുതുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും നമ്പറിൻ്റെ റേഷ്യോ 2:1 അല്ലേ? 2 ഹൈഡ്രജന് 1 ഓക്സിജൻ, അങ്ങനെയാണല്ലോ വരുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ H4O2 എന്ന് എഴുതാറില്ലല്ലോ. H4O2 എന്ന് എഴുതാറില്ല. ആക്ച്വലി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താലാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക അല്ലേ? ഇവിടെയും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എനിക്ക് H2O എന്ന് കിട്ടും. അപ്പോൾ ഇത് റേഷ്യോ ഒക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണത് കെമിക്കലി കമ്പൈൻ ചെയ്യുന്നത്? ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലാണ്, അതായത് ഏറ്റവും ചെറിയ ഹോൾ നമ്പേഴ്സിൻ്റെ റേഷ്യോയിൽ. ഓക്കെ, അല്ലാതെ H4O2 എന്ന് പറയുന്ന രീതിയിൽ ഒരു വാട്ടർ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്പറിൻ്റെ ഏറ്റവും ചെറിയ റേഷ്യോസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദ റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആർ കോൺസ്റ്റൻറ്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ ടൈപ്പ് ഓഫ് ആറ്റം, ഏതൊക്കെ ആറ്റംസ് ഉണ്ട്, അതിൻ്റെ നമ്പർ എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെയാണ്, അതെന്താണ്? ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ H2O എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ CO2 എടുത്തു കഴിഞ്ഞാൽ അതിൽ കാർബണും ഓക്സിജനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കാർബണും 2 ഓക്സിജനും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു കാർബണും 3 ഓക്സിജനും വന്നാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. അതായത് CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, 1ഉം 2ഉം, ആ രീതിയിൽ മാത്രമേ വരുള്ളൂ. അതാണ് 6th പോസ്റ്റുലേറ്റ്. ഓക്കെ, കണ്ടോ, നമ്മൾ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ, എലമെൻറ്റ്സ് ആർ ഓൾവേസ് പ്രസൻറ്റ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഇതുമായി നമുക്ക് ആ ഒരു പോസ്റ്റുലേറ്റിനെ റിലേറ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി റിലേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ എ റിയാക്ഷൻ 5.3 gram ഓഫ് സോഡിയം കാർബണേറ്റ് reacted with 6 gram of ethanoic acid. The products were 2.2 gram of carbon dioxide, 0.9 gram water and 8.2 gram of sodium ethanoate. Show that actually this obeys our law of conservation of mass. ലോ ഓഫ് ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഇക്വേഷനിൽ മാസ് ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ആണല്ലോ. അതായത് LHSലുള്ള മാസും RHSലുള്ള മാസും ഈക്വൽ ആയിരിക്കണം. LHSൽ നമുക്ക് റിയാക്റ്റൻസ് ആണ് ഉണ്ടാവുക. LHSൽ നമുക്ക്
റിയാക്റ്റൻസ് ആണ് ഉണ്ടാവുക, ആർ എച്ച് എസിൽ പ്രൊഡക്ട്സ് ആണല്ലോ. കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസും പ്രൊഡക്ട്സും. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ എച്ച് എസിൽ എന്തൊക്കെയാണ് ഉള്ളത്? സോഡിയം കാർബണേറ്റും എഥനോയിക് ആസിഡുമാണ് ഉള്ളത്. അപ്പോൾ 5.3 ഗ്രാം സോഡിയം കാർബണേറ്റും 6 ഗ്രാം എഥനോയിക് ആസിഡും, ഇത് രണ്ടുമാണ് എൽ എച്ച് എസിലുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മാസ് നമ്മൾ ആഡ് ചെയ്യുക. ജസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 11.3 എന്ന് കിട്ടി. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? 2.2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, 0.9 ഗ്രാം വാട്ടർ ഉണ്ട്, 8.2 ഗ്രാം സോഡിയം ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുന്നു. ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എഗെയിൻ വി ആർ ഗെറ്റിംഗ് 11.3. കണ്ടോ? അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എൽ എച്ച് എസിലെയും ആർ എച്ച് എസിലെയും മാസുകൾ ഈക്വൽ ആണെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ഇൻ ദ റേഷ്യോ ഓഫ് 1:8 ബൈ മാസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 1:8 ബൈ മാസ് ടു ഫോം വാട്ടർ. വാട്ട് മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് വുഡ് ബി റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 3 ഗ്രാം ഓഫ് ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജനിലും വാട്ടറിൽ റേഷ്യോ ഓഫ് ഹൈഡ്രജൻ ടു ഓക്സിജൻ ഇൻ വാട്ടർ എത്രയാണ്? 1:8 ആണ് അതിൻ്റെ മാസിൻ്റെ റേഷ്യോ. ഓക്കെ, അതായത് ഹൈഡ്രജൻ്റെ മാസ് 1 ആണെങ്കിൽ ഓക്സിജൻ്റെ മാസ് 8, ആ റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യുന്നത്. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പം മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ വേണം, എന്നാൽ മാത്രമേ അത് വാട്ടർ മോളിക്യൂൾ ആവുള്ളൂ. അതേപോലെ മാസിൻ്റെ കേസിൽ പറയുമ്പോൾ എങ്ങനെ പറയണം നമ്മൾ? 1 ഗ്രാം ഓഫ് ഹൈഡ്രജന് 8 ഗ്രാം ഓഫ് ഓക്സിജൻ വേണം, എന്നാൽ മാത്രമേ എന്താവുള്ളൂ? വാട്ടർ ആവുള്ളൂ. 1:8 H:O റേഷ്യോ ആണ്. അപ്പോൾ 1 ഗ്രാം ഓഫ് ഹൈഡ്രജന് 8 ഗ്രാം ഓഫ് ഓക്സിജൻ വേണമെന്നാണ് അർത്ഥം. നമുക്കിവിടെ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? 3 ഗ്രാം ഓഫ് ഹൈഡ്രജന് എത്ര വേണമെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ 1-ന് 8 ആണെങ്കിൽ 3-ക്ക് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 3 × 8 24 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യലേ വേണ്ടു. 1-ന് 8, അപ്പോൾ 3-ന് എത്ര? 24. ക്വസ്റ്റ്യൻ നമ്പർ 3. Which postulate of Dalton's atomic theory is the result of law of conservation of mass? Atoms cannot be created nor be destroyed in a chemical reaction. Then question number 4. Which postulate of Dalton's atomic theory can explain law of definite proportion? Relative number and kinds of atoms are equal in given compounds. അതായത് ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ആറ്റംസ് ഉണ്ട്, അതൊക്കെ എന്താണ്? ആർ ഈക്വൽ ആയിരിക്കണം. റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആർ ഈക്വൽ ഇൻ ഗിവൺ കോമ്പൗണ്ട്സ്. ഏതൊരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ ഏതൊക്കെ നമ്പർ ഉണ്ട്, ഏതൊക്കെ ആറ്റംസ് ആണ്, അത് കോൺസ്റ്റൻറ്റ് ആയിരിക്കണം. തന്നെയല്ലേ ഇത്? 6th one, the relative number and kinds of atoms are constant in a given compound. ഓക്കെ, അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വീഡിയോയും കണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നിങ്ങളെ നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ച് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നോട്ട്സായിട്ട് തന്നെ എടുക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോട്ട്സായിട്ട് എഴുതാം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടാവുക. അങ്ങനെ ഈ വീഡിയോ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഓക്കെ, we will meet in the next class.